പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ കാടുകയറ്റാനുള്ള ദൗത്യം ആരംഭിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ദൗത്യം. 3 സംഘമായി തിരിഞ്ഞാണ് ആനയെ കാടുകയറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി ആക്രമണം നടത്തുന്നത് സ്ഥിരമായതോടെ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. ഇതോടെയാണ് ആനകളെ കാടുകയറ്റാനുള്ള ദൗത്യം ആരംഭിച്ചത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇതിനായി ആക്ഷൻ പ്ലാനും തയ്യാറാക്കി. വന്യമൃഗശല്യം രൂക്ഷമായ കുളത്തുമണ്ണിലായിരുന്നു ആദ്യഘട്ട നടപടി. ഏറ്റവും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കുളത്തുമണ്ണിലുള്ള 3 ആനകളാണ്. ഉൾവനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ട് ഫോറസ്റ്റും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. മലയാലപ്പുഴയിലും അതുമ്പുംകുളത്തുമെല്ലാം വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണ ഷെഡുകൾ സ്ഥാപിച്ച ഇന്നു മുതൽ തന്നെ അവിടെ ഒരു നിരീക്ഷണമുണ്ടാവും. വനം വകുപ്പ് RRT ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒരുമിച്ചായിരുന്നു കാട് കയറിയത്. പച്ചക്കാനം ഭാഗത്തെത്തിയപ്പോൾ ആനക്കൂട്ടത്തെ കാണുകയും ചെയ്തു. തുടർന്ന് ഇവിടെ നിന്നും ആനക്കൂട്ടത്തെ അച്ചൻകോവിൽ വനമേഖലയിലെ കിളിയാർ ഭാഗത്തേക്ക് കാടുകയറ്റി. ആനകളുടെ സഞ്ചാരപഥ മനസ്സിലാക്കി ദൗത്യം തുടരാനാണ് തീരുമാനം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം ദൗത്യത്തിനിറങ്ങിയത്. ഞങ്ങൾ സ്ത്രീകളെയും കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനുവേണ്ടി എന്ത് സഹായവും ഞങ്ങൾ ഇന്നല്ല നാളെയും ഞങ്ങൾ എന്ത് സഹായം ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ച കാര്യങ്ങളാണ്. ഉന്നത ഉദ്യോഗസ്ഥർ സഹകരിച്ച് ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടുന്നത്. ഈ സമീപത്തെ കൈതകൃഷി വളരെ വലിയ കാര്യമാണ്. കാരണം ഇതിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററിൽ നിന്ന് ഓളം ആനയ്ക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ടെന്ന് ഫോറസ്റ്റുകാർ തന്നെ പറഞ്ഞ കാര്യം. അപ്പൊ ഈ കൈതകൃഷി ഇനി ഈ കുളത്തുമണ്ണി ശരിക്കും പറഞ്ഞ ഒരു കൈതകൃഷി നടത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 3 സംഘമായിട്ട് വനത്തിലേക്ക് ആനകളെ തുരത്താനുള്ള പദ്ധതിയുമായിട്ട് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സഹകരിച്ച് പോയിട്ടുണ്ട്. നമ്മളിതിന് ഒരു ശാശ്വത പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ്. എത്രത്തോളം വിജയകരമാകുമെന്നുള്ളത് കണ്ടറിയാം. അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ്. കാരണം ഇന്നലെയും ആന ഈ കുളത്തുമണ്ണിൻ്റെ പല ഭാഗത്തും വന്ന് നാശങ്ങൾ നടത്തി വീടിൻ്റെ ഒക്കെ അടുത്ത് വരെ വന്നിരുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.